ഹലോ ഒരു വൺ ഡോക്ടർ മുൻസിറാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും പനി വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈവൻ നമ്മുടെ ചെറിയ ജലദോഷം മുതൽ മേ ബി ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാൻസറിൻ്റെ വരെ ലക്ഷണമായിട്ട് പനി നമുക്ക് കണ്ടേക്കാം. അതുകൊണ്ട് പനി ഒരിക്കലും ഒരു രോഗമല്ല, വേറെ എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളപ്പോൾ ഒരു ലക്ഷണമായിട്ട് കാണിക്കുന്നതാണ് പനി. അതുകൊണ്ട് എല്ലാ പനീനെയും വളരെ സിമ്പിളായിട്ട് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാ പനിയെയും ഭയങ്കര സീരിയസ് ആയിട്ട് കാണാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ പനീനെ പറ്റി വളരെ സിമ്പിളായിട്ട് എന്നെയും നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് പനി എന്താണെന്ന് നോക്കാം. എൻ്റെ നേരത്തുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബോഡി ടെമ്പറേച്ചർ സാധാരണയെക്കാളും കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. ഇനി എല്ലാ പനിയും അപകടകാരികളാണോ? എല്ലാ പനിക്കും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വീട്ടിൽ വച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ്? പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതുകൊണ്ട് തന്നെ പനി ഒരിക്കലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി വർക്ക് ചെയ്യുന്നു. അത് നമ്മളെ ബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതും കൂടി പനി കൂടി നമുക്ക് മനസ്സിലാക്കാം. പനിയുടെ കാരണങ്ങൾ പലതാണ്. പക്ഷെ ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് കോസസ്. ഈ ഇൻഫെക്ഷ്യസ് കോസസിൽ തന്നെ ഡെങ്കു, COVID-19, ചിക്കൻ പോക്സ് അതുപോലുള്ള വൈറൽ കോസസ് ആവാം. അതുപോലെ ബാക്ടീരിയൽ കോസസ് ആയിട്ട് ബാക്ടീരിയൽ ന്യൂമോണിയ, അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ടൈഫോയിഡ്, ഇങ്ങനെയും വരാം. പിന്നെ നോൺ ഇൻഫെക്ഷ്യസ് കോസിൽ ഫസ്റ്റ് വൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡിയുടെ എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഈ SLE, അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് ഇതുപോലുള്ള കാരണങ്ങളാവും. ഇത്തരം കാരണങ്ങളാൽ പനി വരുമ്പോൾ പനി അത്ര ഒരു സിവിയർ ആയിരിക്കത്തില്ല. ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഫീവർ, ബട്ട് ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും, കുറേ കാലം നീണ്ടു നിൽക്കുന്ന പനിയാവാം. പിന്നെ ഈ നോൺ ഇൻഫെക്ഷ്യസ് കോസിൽ രണ്ടാമത്തെ ഒരു കാരണമാണ് ഹീറ്റ് സ്ട്രോക്ക്. ഇപ്പോൾ ഒരുപാട് ചൂട് കൂടുതലുള്ള സമയങ്ങളിലും നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നോർമലായിട്ട് റേസ് ചെയ്യാം. അതുപോലെ കുട്ടികളിൽ പോസ്റ്റ് വാക്സിനേഷൻ പനി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പനി കൂടാം. അതുവരെ 1-2 ദിവസത്തേക്ക് നീണ്ടു നിൽക്കും. ഇതും നോർമലാണ്. ഇതിൽ അത്ര നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പനിയുള്ള സമയത്ത് പാരസെറ്റമോൾ കൊടുത്തിട്ട് പനി കുറക്കാം. നോൺ ഇൻഫെക്ഷ്യസ് കോസിൽ വേറൊരു കാരണമാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് കാരണവും നമുക്ക് പനി വരാം. യൂഷ്വലി ഇതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിട്ട് കുറച്ച് റാഷസ്, ബോഡിയിൽ കുറച്ച് റാഷസോ അതുകൂടി കാണാം. പിന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഈവൻ ക്യാൻസറിൽ വരെ നമുക്ക് പനി കാണാം. ഈ പനിയാണെങ്കിൽ അത്ര സിവിയർ ആയിരിക്കത്തില്ല, ഒരു പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ നൈറ്റ് സ്വെറ്റ് കാണാം. അതുപോലെ തന്നെ വെയിറ്റ് ലോസും അക്കമ്പനി ചെയ്തിട്ട് കാണാം. ഇനി അടുത്തതായിട്ട് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്, പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ വെൻ ഈസ് ദ ഫീവർ ഡേഞ്ചറസ്? പനിയെ ഡേഞ്ചറസ് ആയിട്ട് നമ്മളിപ്പോൾ കാണണം കുട്ടികളിൽ, എസ്പെഷ്യലി ഇൻഫൻസിൽ. അതിൽ തന്നെ 3 മാസത്തിൽ കുറവ് പ്രായമുള്ള കുട്ടികളിൽ എല്ലാ പനിയും നമുക്ക് ഡേഞ്ചറസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അത്തരം പനി നമ്മൾ ഒരിക്കലും സീരിയസ് ആയിട്ട് കാണരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, അതായത് ഇപ്പോൾ ഈ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷനോ അതുപോലെ റീനൽ ട്രാൻസ്പ്ലാന്റേഷനോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി ഡ്രഗ്സ് കാരണം കുറച്ച് വെക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ HIV പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവും. ഇത്തരം ആൾക്കാരിൽ വരുന്ന ഫീവറും നമ്മൾ മൈൽഡ് ഫീവറായിട്ട് കാണരുത്. ആ കെയറോട് കൂടി തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഈ പനിയുടെ കൂടെ തന്നെ ഡേഞ്ചറസ് സൈൻസ് ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതുപോലെ നിർത്താതെയുള്ള വോമിറ്റിങ്, അതുപോലെ നല്ല ബോഡി പെയിൻ വിത്ത് ഷിവറിങ്. പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഫോക്കസ് കാണുന്ന, ഇപ്പോൾ ഈ ചിലരിൽ എൽഡർലി ആൾക്കാരിലേക്ക് സെല്ലുലൈറ്റിസ്, അതായത് കാലിൽ പഴുപ്പ് വന്ന് റെഡ്നെസ് ഒക്കെ വന്നിട്ട് കാണുന്ന പനി. ഇത്തരം പനിയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കരുത്. ആസ് സൂൺ ആസ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ മൈൽഡ് ഫീവർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി അഡൾട്ടാണ്, ചെറിയൊരു ഫീവറേ ഉള്ളൂ, അതിൻ്റെ കൂടെ സഹിക്കാൻ പറ്റാത്ത ബോഡിയിൽ പെയിനോ വേറെ സിംറ്റംസോ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ പാരസെറ്റമോളിൻ്റെ പോലും ആവശ്യമില്ല. നമുക്ക് സപ്പോർട്ടീവായിട്ട് ഗുഡ് ഹൈഡ്രേഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കാം, റെസ്റ്റ് എടുക്കാം. അതുപോലെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ കണ്ടിന്യൂ ചെയ്യാം.
ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റാത്ത പനി ഉണ്ടെങ്കിൽ മാത്രം പാരസെറ്റമോളോ ബാക്കി മെഡിസിൻസോ എടുത്താൽ മതി. അതുപോലെ ഹോമിൽ തന്നെ നമുക്ക് കെയർ ചെയ്യാം. പിന്നെ നമ്മൾ പലരും കുളിക്കാറില്ല പനി വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അപ്പർ റെസ്പിറേറ്ററി, അതായത് ചുമയോ ജലദോഷമോ തൊണ്ടവേദനയോ അങ്ങനെയൊന്നും ഇല്ലാത്ത പനി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുളിക്കാം, സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കാം. ഇനിയിപ്പോൾ പനി അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള പനിയാണ്, അത്യാവശ്യം ബോഡി പെയിൻ ഉണ്ട്, ടെമ്പറേച്ചർ ഒരു 101 എബോ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഹെൽത്തി അഡൾട്ട്സിലാണെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിട്ട് 2-3 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലുള്ള കുട്ടികളിലാണെങ്കിലും എൽഡർലി ആണെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണെങ്കിലും അതുപോലെ പ്രഗ്നൻസിയിലാണെങ്കിലും പനി വന്ന വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സിവിയർ ഫീവറാണ്, ഭയങ്കര ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവറാണ്, അതാണെങ്കിലും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഔട്ട് ബ്രേക്കിൻ്റെ സമയമാണ്, അതായത് ഡെങ്കി ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ കോവിഡ് ഔട്ട് ബ്രേക്ക്, അങ്ങനെയുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് അതിന് അത്യാവശ്യമായ വേണ്ടപ്പെട്ട ടെസ്റ്റുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ആൾക്കാർ, എൽഡർലി, അതുപോലെ കുട്ടികൾ, പ്രഗ്നൻസി, ഇത്തരം ആൾക്കാരിൽ നമ്മൾ ഡോക്ടറെ കാണാതെ വീട്ടിൽ വെച്ച് ഒരിക്കലും മരുന്ന് കഴിക്കരുത്. കാരണം എൽഡർലി പോയി റീനൽ, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ ലിവറിന് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈവൻ ജസ്റ്റ് പാരസെറ്റമോൾ കൊടുത്താൽ പോലും മരുന്ന് ഓവർ ഡോസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രഗ്നൻസിയിൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാണ്ട് ഒരു മെഡിസിനും കൊടുക്കാൻ പാടില്ല. അതുപോലെ കുട്ടികളിൽ ഈവൻ പാരസെറ്റമോൾ നമ്മൾ കൊടുത്താൽ പോലും ഡോസ് കൂടുതലായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡോസ് കുറഞ്ഞു പോയാൽ മരുന്ന് എഫക്റ്റീവ് ആവത്തും ഇല്ല. ഇനി നമ്മൾ കോമൺ ആയിട്ട് കാണിച്ചുകൊണ്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. എന്തെങ്കിലും പനി വന്ന ഉടനെ തന്നെ ഓടിച്ചെന്ന് ഫാർമസികളിൽ നിന്നും മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ്, പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്സ് മേടിച്ചിട്ട് കഴിക്കാൻ തുടങ്ങും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ വാർണിംഗ് സൈൻസിനെ ഇഗ്നോർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും കാണും. ഇത്രയും ഡേഞ്ചർ സൈൻസ്, നേരത്തെ പറഞ്ഞ കുറേ ഡേഞ്ചർ സൈൻസ് ഉണ്ടായിട്ട് പോലും അതൊക്കെ മൈൻഡ് ചെയ്യാത്ത, അതുപോലെ കുട്ടികളിലെ പനി മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ, അത്തരം കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഒരു മിത്താണ് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് മാറും എന്നുള്ളത്. പെട്ടെന്ന് മീൻസ് ഇപ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഗുളികേനേക്കാളും പെട്ടെന്ന് പനി കുറവായിരിക്കും. പക്ഷേ ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കഴിയുന്നതോടെ 6-8 hours കഴിയുന്നതോടെ വീണ്ടും പനി വരും. കാരണം അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇഞ്ചക്ഷന് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല, ഓറൽ മെഡിസിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ വേറൊരു മിത്താണ് എല്ലാ പനിക്കും ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വൈറൽ കോസ് ആവട്ടെ, അതുപോലെ നോൺ ഇൻഫെക്ഷ്യസ് കോസസ് ആവട്ടെ, ഇത്തരം പനികളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പനി വന്ന ഉടനെ തന്നെ ഓവറായിട്ട് പാനിക്കാവാനും പോകരുത്, അതുപോലെ വളരെ ലളിതമാക്കി ഒഴിവാക്കുകയും ചെയ്യരുത്.